ആ കുട്ടി ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴുണ്ടായിരുന്നു. 3 വ്യത്യസ്തരായ ആൾക്കാരായിരുന്നു ഇങ്ങനെ ആ കുട്ടീനെ ഇങ്ങനെ ഉപദ്രവിച്ചിരുന്നത്. അതും ഏറ്റവും അതിശയകരമായ കാര്യം ഈ 3 പേരും പുറത്തുള്ളവരല്ല എന്നുള്ളതാണ്. ഡോറിലൊരു സുഷിരമുണ്ട് നോക്കാനുള്ളത്. നീ ഒരു തുണിയോ എന്തെങ്കിലും വെച്ചത് അടച്ചു വെക്കുക എന്നാണ് അവര് പറഞ്ഞത്. വല്യമ്മ, അതായത് അവന്റെ അമ്മ. ചേട്ടൻ ചേട്ടൻ എന്ന് വിചാരിച്ചിട്ട്, പക്ഷെ എന്റെ ചേട്ടൻ ആ കുട്ടി വിചാരിക്കുമ്പോൾ അവൻ എന്റെ അനിയത്തിന്ന് കരുതുന്നില്ല. മോശപ്പെട്ടത് മാത്രം ചിന്തിക്കുക, പ്രവർത്തിക്കുക എല്ലാം ചെയ്യുന്നവര് ഭയങ്കരമായ അമ്പലങ്ങളിൽ പോകുന്നതും വഴിപാടുകൾ കഴിക്കുന്നതും കാണുമ്പോൾ നമുക്ക് തമാശ തോന്നും. ആൺകുട്ടിക്ക് അവന് മതിയാവുന്ന വരെ ഉറങ്ങാം രാവിലെ, പക്ഷെ പെൺകുട്ടിക്ക് അതിന് അനുവാദമില്ല. നമുക്ക് അതിശയം തോന്നും, ഇത്രയും വലിയൊരു കാര്യം ചെയ്ത് ഇയാളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു. ഒരമ്മയ്ക്ക് മക്കൾ എന്ന് പറഞ്ഞാൽ ശരിയാണ്, അവരുടെ ശരീരത്തിൽ നിന്നും വന്ന ജീവനാണ്. പക്ഷെ എന്നാലും അത് വേറൊരു വ്യക്തി എന്ന് തന്നെ നമ്മൾ കരുതുന്നതാണ് എപ്പോഴും നല്ലത്. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ അവർ അമ്മ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന പോലെ ആയിരിക്കില്ല. അവർ വളർന്ന് വലുതാവും തോറും അവർ കുറച്ച് ഡിറ്റാച്ച്ഡ് ആയി പോവും. അങ്ങനെയാണ്. പക്ഷെ അമ്മമാർ അതേ സ്ഥലത്ത് നിൽക്കും. ഒരു എഴുത്തിന്റെ പല വിഷയങ്ങളും, പല എഴുത്തുണ്ട്. അതിൽ ഓരോ എഴുത്തിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. റിയാലിറ്റി ആയിട്ട് അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ളത് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ ആയിരിക്കും എഴുത്തിൽ വരുന്നത്. അതിന്റെ ഒരു എക്സാമ്പിളാണ് കിളിക്കുഞ്ഞുങ്ങൾ എന്ന് പറയുന്ന ആ ഒരു വലിയൊരു എഴുത്തുണ്ടായിരുന്നു. അതിനൊരു പ്രചോദനം ഉണ്ടാവണം എന്തെങ്കിലും. അതെന്താണ് ശരിക്കും അങ്ങനെ ഒരു എഴുത്തിന്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? അത് ആക്ച്വലി എൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള ഒരു ഫോളോവർ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ എഴുത്തുകൾ വായിക്കുന്ന ഒരു കുട്ടി. അപ്പോൾ അവൻ എന്നെ അപ്രോച്ച് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു, അവൻ്റെ ഗേൾ ഫ്രണ്ടിന് കുറച്ച് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽ ആ കുട്ടി 12th പഠിക്കുന്നത് വരെ. അപ്പോൾ അവൾക്കൊരു ആഗ്രഹമുണ്ട് ഇതൊക്കെ ഒന്ന് എഴുതി പോസ്റ്റ് ചെയ്തിട്ട്. ഇപ്പോൾ അവൾ എൻ്റെ ഫോളോവർ അല്ല. അപ്പോൾ ഏതോ ഒരു സ്ത്രീ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് എന്ന നിലയ്ക്ക് അവൾക്ക് ആ പോസ്റ്റ് എടുത്ത് സ്റ്റോറി ആക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും കാണുമല്ലോ. ഇപ്പൊ അവളുടെ ഫ്രണ്ട്സ് ആയിരിക്കുന്നവർ, ഇപ്പൊ ഈ ചെയ്തവരടക്കം വീട്ടുകാരും എല്ലാവരും ഇത് കാണണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ആ കുട്ടിയുടെ അടുത്ത്, ഓക്കെ നമ്പർ തരൂ, ഞാൻ കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ പറഞ്ഞു, അല്ല അവൾക്ക് അങ്ങനെ നേരിട്ട് വരാൻ താല്പര്യമില്ല, എന്നോട് പറയും അവള്, എന്നിട്ട് അത് ഞാൻ പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവളുടെ അടുത്ത് ചോദിക്കുന്നു, എന്നിട്ട് ആ കാര്യങ്ങൾ അവൻ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നു, എന്നിട്ട് ഞാൻ അത് കേട്ടിട്ട് ഞാൻ എഴുതുന്നു. അങ്ങനെ അപ്പോൾ അതൊരു 3 ഭാഗങ്ങളായിട്ടാണ് പോസ്റ്റ് ചെയ്തത്. 3 വ്യത്യസ്തരായ ആൾക്കാരായിരുന്നു ഇങ്ങനെ ആ കുട്ടീനെ ഇങ്ങനെ ഉപദ്രവിച്ചിരുന്നത്. അതും ഏറ്റവും അതിശയകരമായ കാര്യം ഈ 3 പേരും പുറത്തുള്ളവരല്ല എന്നുള്ളതാണ്. കുടുംബത്തിലുള്ളതാണ്. മറ്റേ ഒന്ന് ഫാമിലി, ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫാമിലി ഫ്രണ്ട്, പിന്നെ വീട്ടിലെ റിലേറ്റീവ്സ് ഒക്കെ ആയിട്ടുള്ള, എപ്പോഴും വീടുമായിട്ട് നല്ലപോലെ അടുപ്പമുള്ള ആൾക്കാരായിരുന്നു 3 പേരും. അത് ഫസ്റ്റ് ആ കുട്ടി ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴുണ്ടായിരുന്നത്. അപ്പൊ അത് ഫോർത്ത് സ്റ്റാൻഡേർഡിൽ അത് അവരുടെ പേരൻസിന് ഇപ്പൊ ചില സമയത്ത് വരുമല്ലോ, ഇങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായി പേരൻസിന് പുറത്ത് പോകേണ്ടി വരും രാത്രി കാലങ്ങളിലൊക്കെ. അപ്പൊ ഈ ചെറിയ കുട്ടികളെയും കൊണ്ട് പോകുന്നത് ബുദ്ധിമുട്ട് എന്ന നിലയ്ക്ക് ചിലപ്പോൾ ഫാമിലി ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ നമ്മൾ ആക്കി പോകേണ്ടി വരും. അത് നിവർത്തികേടാണ്. അപ്പൊ അങ്ങനെ ഒരിക്കൽ അങ്ങനെ പോകേണ്ടി വന്നതാണ്. ഈ കുട്ടിയും ഈ കുട്ടിയുടെ ബ്രദേഴ്സിനെയൊക്കെ ആക്കി പോയി. അപ്പോൾ അത്രയും വിശ്വാസം എന്നുള്ള നിലയ്ക്കാണല്ലോ പോകുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് നിന്നായിരുന്നു ആദ്യത്തെ അനുഭവം ഉണ്ടായി ഈ കുട്ടിക്ക്. പക്ഷേ ഇയാൾക്ക് എന്താന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നവര് ആദ്യം പഠിച്ചു വെക്കും ആ ഫാമിലി എന്താണെന്ന്. ഇപ്പൊ ഈ കുട്ടി ഇപ്പൊ ഒരു 22 വയസ്സിലാണ് ഞാൻ അത് എഴുതിയത്. ഇപ്പൊ 2-3 വർഷമായി തോന്നുന്നു. ഈ 22 വയസ്സ് വരെ ആ കുട്ടി ഇത് വീട്ടിൽ ആരോടും ഷെയർ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ആ കുട്ടിയുടെ ബോയ് ഫ്രണ്ടിനോട് ഷെയർ ചെയ്തു. സെക്കൻഡ് ടൈം ഞാനാണ് അറിയുന്നത്. ഇപ്പൊ ഞങ്ങൾ 2 പേരും മാത്രമാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചത് അറിയുന്നത്. ആ കുട്ടിക്ക് അമ്മ ഉണ്ട്, അച്ഛനുണ്ട്, സഹോദരങ്ങളുണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്. ആരുടെ അടുത്തും ആ കുട്ടി പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ കുട്ടി അങ്ങനത്തെ ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ പറയില്ല, അല്ലെങ്കിൽ അവരുടെ ഫാമിലി റിലേഷൻ അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. ഇപ്പോ ഈ പാരന്റ്സും മക്കളും ഭയങ്കര ക്ലോസ് ആണ്, എല്ലാം സംസാരിക്കുന്നവരാണ് എന്ന് കണ്ടാൽ ചിലപ്പോൾ പേടിക്കും ഇങ്ങനെ ചെയ്യാൻ. അപ്പൊ ഇത് മൂപ്പർക്ക് അറിയാം ഈ കുട്ടി ഇത് പറയാൻ പോകുന്നില്ല, അതുകൊണ്ടാണല്ലോ ധൈര്യമായിട്ട് ഇത് ചെയ്യുന്നത്. അപ്പൊ ഈ പാരന്റ്സ്, എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, ഇങ്ങനെ പാരന്റ്സിനെ ആക്കി പോകേണ്ടി വരും. അതൊരു ഇപ്പൊ ഹോസ്പിറ്റൽ കേസ് ഒക്കെ വരുമ്പോ ചിലപ്പോ അങ്ങനെ പോകേണ്ടി വരും. വല്ല മരണം നടക്കും. 4ാം ക്ലാസ്. പക്ഷെ ചിന്തിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ പാരന്റ്സിന് എന്താന്ന് വെച്ചാൽ, തിരിച്ചു വന്നാ ഈ കുട്ടിയുടെ അടുത്ത് ഇപ്പൊ
ഭയങ്കര ഇതായിട്ട് ചോദിക്കണ്ട. ഇപ്പൊ അങ്കിള് നിന്നെ വല്ലതും ചെയ്തോ? അങ്ങനെ ചോദിക്കണ്ട. അങ്ങനെ ചോദിച്ചാൽ ചിലപ്പോ ആ കുട്ടി പറയില്ലായിരിക്കും. പക്ഷെ നോർമലായിട്ട് ചോദിച്ചാ മതി. ഞാ ഞങ്ങൾ പോയി കഴിഞ്ഞ് നിങ്ങൾ എന്തൊക്കെ ചെയ്തു? നിങ്ങൾ സംസാരിച്ചിരുന്നോ? അല്ലെങ്കിൽ നിങ്ങൾ ടിവി കണ്ടോ? നിങ്ങൾ എന്തൊക്കെയാണ് സംസാരിച്ചത്? അങ്കിൾ എപ്പോഴാണ് ഉറങ്ങിയത്? നിങ്ങൾ എപ്പോഴാണ് ഉറങ്ങിയത്? അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ ഇപ്പോ ഇങ്ങനെ ഒരു ഡയറക്റ്റ് അല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അറിയാൻ പറ്റും. ഇത് പാരന്റ്സ് വിട്ടു പോകുന്നു, തിരിച്ചു വരുന്നു, ഒന്നും ചോദിക്കുന്നില്ല, ഒന്നും അറിയുന്നില്ല. അതായിരിക്കും ചിലപ്പോ റീസൺ. ഇപ്പൊ ഇവരിങ്ങനെ ചോദിച്ചു. അപ്പൊ ഈ കുട്ടി എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ. ഒന്നും ഇല്ലെങ്കിലും ഈ ആൻസർ പറയുന്ന ഫേസ് കണ്ടാൽ പാരന്റ്സിന് മനസ്സിലാക്കാൻ പറ്റും, പറ്റണം എന്നുള്ളതാണ്. അപ്പൊ ഈ ചെയ്യുന്നവർക്ക് അറിയാം ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ലാന്ന്. അതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കുട്ടിയുടെ ഒരു മേ ബി ഈ കുട്ടി അങ്ങനെ ഒരു പാവം ഒരു കുട്ടിയാണെന്ന് ഇവർക്ക് മനസ്സിലായിട്ട് കാണും. ഈ എഴുത്ത് അത് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഇത് ഉണ്ടായൊരു എന്ത് ഇമ്പാക്റ്റ് ആണ് അപ്പൊ ഈ കുട്ടിയുടെ ഈ ഒരു ഭാഗമായിട്ടാണ് ഇയാളുടെ ഒരു മനുഷ്യൻ ചെയ്തത് ഒരു ഭാഗമായിട്ട് പോസ്റ്റ് ചെയ്തു. പിന്നെ വീണ്ടും 2 അനുഭവങ്ങൾ ഉണ്ടായി. ഒന്ന് ആ കുട്ടി 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴായിരുന്നു. പിന്നീട് 12th പഠിക്കുമ്പോൾ. അങ്ങനെ 3 വട്ടമായിരുന്നു. 3 ആൾക്കാരുമായിരുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ വന്ന് പോകുന്നവര്. ചിലവർ വിത്ത് ഫാമിലി വീട്ടിൽ വരുന്നു. അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഇത് ചെയ്യുന്നത്. ഈ കുട്ടി റൂമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ റൂമിലേക്ക് പോകുന്നു, ഹായ് മോളെ എന്നൊക്കെ വിളിച്ചു പോകുന്നു. എന്നിട്ടൊക്കെയാണ് ഇവരിങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടി ഈ 3 പാർട്ടായിട്ട് ഞാൻ ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ സെക്കൻഡ് പാർട്ട് എനിക്ക് തോന്നുന്നു സെക്കൻഡ് പാർട്ട് പോസ്റ്റ് ചെയ്ത ശേഷം ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുട്ടി എന്നെ ഫോളോ ചെയ്തു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എഴുതുന്ന കുട്ടിയാണത്. അപ്പോൾ നന്നായി എഴുതുന്ന കുട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചും ഫോളോ ചെയ്തു അവളെ. അപ്പോൾ അവൾ എനിക്ക് മെസ്സേജ് ചെയ്തു, അങ്ങനെ മാം എനിക്കും ഇങ്ങനെ ഒരു അനുഭവങ്ങളുണ്ട്, അപ്പോൾ ഒന്ന് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ ഓർത്തു ഓക്കെ, നല്ലൊരു കാര്യം എന്നുള്ള നിലയ്ക്ക് എഴുതാം. അപ്പോൾ അവൾ പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് എൻ്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞതും. ഡയറക്റ്റ് ആയിട്ട് അവളുടെ കാര്യത്തിൽ ഏറ്റവും രസം ഇതിനേക്കാൾ ഭീകരമായതായിരുന്നു അവളുടെ അവസ്ഥ. കാരണം സ്വന്തം ഏട്ടനെ പോലുള്ള ഒരു വ്യക്തിയായിരുന്നു. വല്യമ്മയുടെ മോൻ എന്നാണ് പറഞ്ഞത്, അമ്മയുടെ ചേച്ചിയുടെ മോൻ. അപ്പൊ അമ്മയുടെ ചേച്ചിയുടെ മോൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ചേട്ടന്റെ അതേ സ്ഥാനമാണല്ലോ. അപ്പൊ ഈ കുട്ടി ഹൈസ്കൂൾ തലത്തിലൊക്കെ പഠിക്കുമ്പോൾ ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് വളരെ ഗ്രാമപ്രദേശം ആയതുകൊണ്ട് പഠിക്കാനുള്ള സൗകര്യത്തിന് വല്യമ്മയുടെ വീട്ടിൽ, അതായത് അവരുടെ തറവാട്ടിൽ വന്ന് നിന്നു. അപ്പൊ വല്യമ്മയുടെ മോൻ എന്ന് പറഞ്ഞാൽ ഇവളുടെ സെയിം ക്ലാസ്സിലായിരുന്നു. അത് ഏജ് കൊണ്ട് ആ കുട്ടി വലുതാണ്, പക്ഷെ ആ കുട്ടി പൊതുവെ കുറച്ച് ലേറ്റ് ആയിട്ട് സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്തൊരു കുട്ടിയായിരുന്നു. പക്ഷെ ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയാണ് ഇപ്പോൾ, അല്ല ആ സമയങ്ങളിൽ. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരേ ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പൊ ഇവളോട് പറയുമായിരുന്നു അവനെ നീ വേണം ഹെൽപ്പ് ചെയ്യാൻ, മാത്സ് ഒക്കെ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവൾക്ക് പല അനുഭവങ്ങളും ഉണ്ടാവുന്നുണ്ട് കൂടെ ഇരിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും. അതുപോലെ ക്ലാസ്സിൽ എത്തുമ്പോൾ വേറെ പെൺകുട്ടികൾ ഇവളുടെ അടുത്ത് പറയും ഇങ്ങനെ നിന്റെ ചേട്ടൻ ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവൾ അതൊന്നും വിശ്വസിക്കാൻ ആദ്യം തയ്യാറായില്ല. പക്ഷെ പിന്നീട് ഇവൾക്കും അത് ഫീൽ ചെയ്തു. പിന്നെ അവളുടെ കാര്യത്തിൽ ഇപ്പം മറ്റേ കുട്ടി പറഞ്ഞ വീട്ടിൽ ആ കുട്ടി പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ കുട്ടിയുടെ കാര്യത്തിൽ എന്താ സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടി ഈ വല്യമ്മയുടെ അടുത്ത്, അതായത് ഈ ചെയ്യുന്ന അവൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു. പക്ഷെ അവരൊന്നും അത് എടുക്കാൻ തയ്യാറല്ല. അവര് പറയുന്ന ഇപ്പൊ ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കുന്ന ഒരു കാര്യം ഉണ്ടായി. അപ്പൊ ഈ കുട്ടി വന്നിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞത്രേ, ഡോറിൽ ഒരു സുഷിരമുണ്ട് നോക്കാനുള്ളത്, നീ ഒരു തുണിയോ എന്തെങ്കിലും വെച്ച് അത് അടച്ചു വെക്കുക എന്നാണ് അവര് പറഞ്ഞത്. വല്യമ്മ, അതായത് അവന്റെ അമ്മ. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. അതുപോലെ ശരീരത്തിൽ കയറി പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ നീ വൃത്തിയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് അവന്റെ മുന്നിൽ നിന്നാ മതി, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരവസ്ഥ. അവന്റെ കുഴപ്പമല്ല. അല്ല അവന്റെ കുഴപ്പമില്ല. പിന്നെ അമ്മയുടെ അടുത്ത്, പിന്നെ സ്വന്തം അമ്മയുടെ അടുത്ത് പറഞ്ഞു. അമ്മയ്ക്കും ഇതൊന്നും ഒരു പ്രശ്നമല്ല. അമ്മ പറയുന്നത് നീ എന്നോട് പറഞ്ഞത് സാരില്ല, അച്ഛനോട് ഒരിക്കലും പറയരുത്. അങ്ങനെയാണ് അവര് പറഞ്ഞത്. അപ്പൊ ഈ കുട്ടിക്ക് എവിടെയും പറയാൻ വയ്യാത്തൊരവസ്ഥ. വല്യമ്മയുടെ അടുത്ത് പിന്നെ എന്തെങ്കിലും സംഭവങ്ങൾ പറയുമ്പോൾ ഇവനെ ന്യായീകരിച്ച് പറയുമ്പോൾ ഇവന് ഇതൊരു പ്രചോദനമല്ല, അവനത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരുന്നു. അവനറിയാം ഒന്നും സംഭവിക്കാൻ. റിലേഷൻഷിപ്പിന്റെ ഒരു കെട്ട് കിടപ്പുണ്ടല്ലോ, അത് കിടക്കുന്നതിന്റെ ഒരു പിൻബലമായിട്ടാണ് അത് കാണുന്നത്. അതെ, അത് ഇവൻ ഇത് കേൾക്കല്ലേ. ഇവര് പറയുന്നത് എന്താണെന്ന് റിസൾട്ട് ഇവൻ അറിയണം. അപ്പൊ അവൻ സുഖമായിട്ട് അവന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് അവൻ നീങ്ങും. ആ കുട്ടിക്ക് പിന്നെ അവസാനം ഈ കുട്ടി ഒരു രക്ഷയും ഇല്ലാതെ ആ വീട്ടിൽ നിന്ന് ആ കുട്ടി വീട്ടിലേക്ക് തന്നെ പോയി. പക്ഷെ അവൾക്ക് ഭയങ്കര ഒരു ട്രോമയായിരുന്നു. പിന്നീട് കുറേ കാലത്തേക്ക് അവൾക്ക് നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു, പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല. ഇയാളുടെ ഉപദ്രവത്തിൽ ഉപരി ആരും ഇല്ലല്ലോ തൻ്റെ സപ്പോർട്ടിന്, അല്ലെങ്കിൽ പറയാൻ ആരും ഇല്ലല്ലോ എന്നുള്ളൊരു അവസ്ഥ. പിന്നെ അവൾക്ക് ഇങ്ങനെ ആൺകുട്ടികളെ കാണുമ്പോൾ ഫ്രണ്ട്സ് ആക്കാൻ ഭയം, ആൺകുട്ടികളെ കാണുമ്പോൾ തന്നെ പേടി, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ.
ഈ ഈ രണ്ട് ഇൻസിഡന്റ് ആണ് എഴുതിയത്. അപ്പൊ സ്വാഭാവിക ചിലപ്പോ അതെനിക്കറിയില്ല, കാരണം അതിനു മുമ്പ് ഇത്തരം കഥകൾ കേട്ടിട്ടുണ്ടോ, അനുഭവങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. ഒന്ന്, ഇത് എഴുതുമ്പം അനുഭവിക്കേണ്ടി വരുന്ന ഒരു റൈറ്റർ എന്നുള്ള നിലയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഒരു മാനസിക സംഭവമുണ്ട്. സ്വാഭാവികമായിട്ട് എഴുതുമ്പോൾ ആ സ്ഥാനത്ത് നമ്മൾ പോയി നിൽക്കും, അല്ലാതെ എഴുതാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. സ്വാഭാവികമായിട്ടും ആ എഴുതുന്ന സമയത്തെങ്കിലും നമ്മൾ അവരായിട്ട് മാറുന്ന ഒരവസ്ഥ ഉണ്ടാകും സ്വാഭാവികമായിട്ട്, അല്ലാതെ അത് പൂർണ്ണമായിട്ട് എഴുതാൻ സാധിക്കില്ലല്ലോ. അതനുഭവിച്ചൊരു മാനസികാവസ്ഥ എന്തായിരുന്നു? അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ ഇതുപോലെ അനുഭവങ്ങൾ നമ്മൾ ഇഷ്ടം പോലെ ടി വിയിൽ, ടെലിവിഷൻ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എടുത്താൽ അങ്ങനെ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഇങ്ങനെ നേരിട്ടൊരു കുട്ടി, അനുഭവിച്ച കുട്ടി പറയുന്നത്, അതും ആദ്യത്തെ കുട്ടി പിന്നെ അവളുടെ ബോയ് ഫ്രണ്ട് പറഞ്ഞ അവൻ വഴിയാണ് ഞാൻ കേൾക്കുന്നത്. പക്ഷെ മറ്റേ കുട്ടി അങ്ങനല്ല, ആ കുട്ടി ഡയറക്റ്റാണ് പറയുന്നത്. അതും അവൾ വോയിസ് മെസ്സേജ് ആയിട്ട് ഇങ്ങനെ എനിക്ക് അയക്കുകയാണ്. അപ്പം നമ്മളത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. അത് ലാസ്റ്റൊക്കെ എത്തുമ്പോൾ ആ കുട്ടി ഭയങ്കര ഇതായിട്ട് പറയുമ്പോൾ നമുക്ക് വിഷമം തോന്നും. പിന്നെ ഞാൻ കുറെ തിരിച്ച് അവളെ സമാധാനിപ്പിക്കും. പിന്നെ ഈ രണ്ട് കുട്ടികളും ഭയങ്കര വ്യത്യസ്തരാണ്. അതെന്താന്ന് വെച്ചാൽ ആദ്യത്തെ കുട്ടി ഭയങ്കര ഭയങ്കര കാമായിട്ട് അങ്ങനെയുള്ളൊരു കുട്ടിയാണ്. പക്ഷെ ഇവളെന്താന്ന് വെച്ചാൽ ഇവൾക്ക് കുറച്ചൊരു തൻ്റെ ഇടം, ഞാനിതൊന്നൊക്കെ കരകയറി വരും എന്നുള്ള ഒരു അങ്ങനെ ഒരു ഇതുള്ള കുട്ടിയാണ്. അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. അവള് ലാസ്റ്റ് പറഞ്ഞത്, മാം ഞാനിനി ആരെയും പേടിക്കില്ല, ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കും എന്നുള്ള ആ ഒരു ധൈര്യത്തിൽ പോയ കുട്ടി. അതിൽ നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ കാര്യം. പക്ഷെ ഫസ്റ്റ് കുട്ടി ഇതുവരെയും എനിക്കും ആ കുട്ടിയുടെ ബോയ് ഫ്രണ്ടിനും മാത്രമേയാണ് ഈ കാര്യങ്ങൾ അറിയൂ എന്നുള്ളതാണ്. ഈ എഴുതി കഴിയുമ്പോൾ ശ്രദ്ധിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ റിയലൈസ് ചെയ്യുന്ന ഒരു സാധനമാണ് ബന്ധങ്ങൾ എന്ന് പറയുന്ന ഒരു സംഭവം. നമ്മൾ ഭയങ്കരമായിട്ട് കാണുന്നതാണ് രക്തബന്ധം എന്നൊക്കെ പറയുന്ന ഒരു ആത്മബന്ധം എന്ന് പറയുന്ന സംഭവം, വേറെ എടുത്ത് നിൽക്കുന്നതെന്ന് പറയും. ഈ റിലേഷൻഷിപ്പിന്റെ റിയൽ ആയിട്ടുള്ള മീൻസ് ഒരു രക്തബന്ധം എന്നൊക്കെ പറയുന്ന ആ ഒരു ബന്ധത്തിന്റെ ഒരു മുഖം ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് തിരിച്ചറിയാൻ കൂടി കാരണമായിട്ടുണ്ടല്ലോ ഇതൊക്കെ. അതല്ലേ നമുക്ക് തമാശ തോന്നുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ പൊതുവേ പെൺകുട്ടികൾ പുറത്തു പോകുമ്പോൾ ഭയങ്കര ഇൻസ്ട്രക്ഷൻസ് ആണ്. നീ ആൺകുട്ടികളെ ശ്രദ്ധിക്കണം, അവരുടെ കൂടെ കൂട്ടുകൂടരുത്, അവരുടെ അടുത്ത് സംസാരിക്കരുത്, കൂടെ ഭയങ്കര ഇൻസ്ട്രക്ഷൻസ് ആയിട്ടാണ് വിടുന്നത് ഹോസ്റ്റലിൽ പോകുമ്പോഴെല്ലാം. പക്ഷെ ഈ പാരൻസ് ഒന്നും വീട്ടിലുള്ള ആൺകുട്ടികൾ എന്താണ് ചെയ്യുന്നതെന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല. പുറത്തുള്ളതിനേക്കാൾ വീട്ടിൽ നിന്നാണ് കിട്ടും. അപ്പൊ ഈ കുട്ടി ഇപ്പൊ വല്യമ്മയുടെ മോൻ എന്നുള്ള അവസ്ഥ, ഈ കുട്ടി ഇതെന്റെ ഏട്ടൻ എന്നുള്ള രീതിയിലാണല്ലോ വീട്ടിൽ പോകുന്നത്. അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ ആ ഫ്രണ്ട്സൊക്കെ പറയുമ്പോഴും ഇവളത് സമ്മതിച്ചു കൊടുക്കാത്തതും. പക്ഷെ ചേട്ടൻ ചേട്ടൻ എന്ന് വിചാരിച്ചിട്ട്, പക്ഷെ എന്റെ ചേട്ടൻ ആ കുട്ടി വിചാരിക്കുമ്പോ അവൻ എന്റെ അനിയത്തിന്ന് കരുതുന്നില്ല. അതാണ്. അപ്പൊ രക്തബന്ധത്തിൽ കാണുന്നവരെ ഓരോരുത്തരുടെ മനസ്സനുസരിച്ചാണെന്നാണ് തോന്നുന്നത്. സൂക്ഷിക്കണം എന്ന് പറയുന്നത് അവിടെയും കൂടിയാണ്. അതാണ് ഈ എഴുത്തിന്റെ വേറൊരു സംഭവം എടുക്കണം. വേറൊന്നാണ് ദൈവത്തിന് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് വേറൊരു തലത്തിലേക്ക് പോകുന്ന ഒരു എഴുത്ത്. അതിന്റെ ഉറവിടം തേടി പോകുമ്പോ എന്തായിരിക്കും അത്? അതിനെ കുറിച്ച് അത് ആ പോസ്റ്റ് കാണുമ്പോൾ ചിലപ്പോ തോന്നും ഞാൻ എന്താ നിരീശ്വരവാദിയായി. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ദൈവത്തിന് പറയാനുള്ളത് എന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇപ്പൊ ഭൂമി, ആകാശം, നമ്മൾ മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങളെ ഓർത്താൽ തന്നെ ഇപ്പോൾ ഒരു എന്താ പറയാ അമാനുഷികമായ ഒരു ശക്തി ആണ് ഇതെല്ലാം ഇങ്ങനെ ആക്കി തീർക്കുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഈ കാഞ്ചീപുരം സാരിയും ഉടുത്ത സ്ത്രീരൂപം, അല്ലെങ്കിൽ കിരീടം, കുറെ ആഭരണങ്ങൾ അണിഞ്ഞ പുരുഷരൂപം, ഇതൊന്നുമാണ് ദൈവം എന്ന് എനിക്കൊരു അങ്ങനെ ഒരു വിശ്വാസം. പിന്നെ ഇവരൊക്കെ ഒരു വിഗ്രഹത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്നു. പിന്നെ ഒരു പൂജാരി തുറക്കുമ്പോൾ മനുഷ്യർക്ക് കാണാൻ പറ്റുന്ന ദൈവം, അവരടച്ചു പോയാൽ ശ്രീകോവിലിനുള്ളിൽ ഭദ്രമായിട്ട് ഇരിക്കുന്ന ദൈവം, അതിൻ്റെ ഒരു വിശ്വാസം തോന്നാറില്ല. പിന്നെ അതേപോലെ മോശം പ്രവർത്തികൾ ചെയ്യുക, മോശപ്പെട്ടത് മാത്രം ചിന്തിക്കുക, പ്രവർത്തിക്കുക, എല്ലാം ചെയ്യുന്നവർ ഭയങ്കരമായ അമ്പലങ്ങളിൽ പോകുന്നതും വഴിപാടുകൾ കഴിക്കുന്നതും കാണുമ്പോൾ നമുക്ക് തമാശ തോന്നും. എന്തോ ഇവര് അതേപോലെ വേറൊരു കാര്യമുണ്ട്, സിനിമാ തിയേറ്ററുകളിൽ പോകുന്ന പോലെ ഒരു സിസ്റ്റം ഒക്കെ ഉണ്ട് ഇപ്പോൾ. ലൈൻ നിൽക്കാൻ ഇഷ്ടം വയസ്സായവരും ശാരീരികമായ ബുദ്ധിമുട്ടുള്ളവരും അപ്പുറത്തെ ലൈനിൽ നിൽക്കുമ്പോൾ ഇവര് എന്തോ ബാൽക്കണി ടിക്കറ്റ് എടുത്ത പോലെ, പിൻവാതിൽ പ്രവേശനങ്ങൾ പോലെ, അങ്ങനെ കുറെ കാര്യങ്ങൾ. ഇതൊക്കെ കൂടി കാണുമ്പോഴുള്ള ഒരു ഇതില്, പിന്നെ ഇതിനർത്ഥം അമ്പലങ്ങൾ വേണ്ട എന്നല്ല കേട്ടോ. ഇപ്പൊ വളരെ ഭക്തിയുള്ള ഒരാൾക്ക് ശരിക്കും പറഞ്ഞ ഒരു മാനസികാരോഗ്യത്തിന് വളരെ നല്ലതാണ് ഈ അമ്പലത്തിൽ പോകുന്നത്. കാരണം ഇപ്പൊ നമ്മളിപ്പോ പറയും, ഒരു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവൻ അറിയാത്തതായിട്ട് എനിക്കൊന്നുമില്ല എൻ്റെ ലൈഫിൽ എന്ന് പറയുന്നത്, അത് വെറുതെയാണെന്ന് തോന്നുന്നു. ആരും ആരോടും 100% ഒന്നും മനസ്സ് തുറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
അതിനിപ്പോൾ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തോ പോയാൽ പോലും എനിക്ക് തോന്നുന്നില്ല എല്ലാവരും എല്ലാം പറയുന്നു. പക്ഷെ ദൈവസന്നിധിയിൽ എത്തുമ്പോൾ മനസ്സ് തുറക്കപ്പെടുകയാണല്ലോ, എല്ലാം പറയുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഒരാൾക്ക് ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും. അതിപ്പോൾ നമ്മൾ നല്ലതെന്നല്ല, നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റി, നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റായി പറഞ്ഞു, അപ്പോൾ അതൊരു കുമ്പസാരം പോലെ, ഈശ്വര ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഒരു ആശ്വാസം കിട്ടുകയാണ്. അപ്പോൾ ആ വ്യക്തിക്ക് തോന്നുകയാണ്, ഞാൻ ഏറ്റു പറഞ്ഞു, ദൈവം എനിക്ക് ഇത് കിട്ടും. അപ്പോൾ അത് മാനസികമായി കിട്ടുന്ന ഒരു ആശ്വാസം വളരെ വലുതാണ്. അത് ഈ പറയുന്ന പോലെ ഈ ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു ഏകാഗ്രതയ്ക്കും അതുപോലെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടമായിട്ടാണ് കാണുന്നത്. അതൊരു ബിസിനസിന്റെ ഒരു ഉറവിടമായിട്ട് മാറി. അതെ, പിന്നെ എന്താ, ബിസിനസ്സാണ്, ഫസ്റ്റ് ഓഫ് ഓൾ ബിസിനസ്സാണ്. അതാണ് ഈ പിൻവാതിൽ പ്രവേശനങ്ങൾ, പൈസ കൂടുതൽ കൊടുത്ത് കയറ്റുന്ന ഒരവസ്ഥ. പിന്നെ വേറൊരു ഈ വഴിപാടുകളെ കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇപ്പൊ ശയന പ്രദക്ഷിണം പോലെയുള്ള വഴിപാട്, ഇപ്പൊ ചിലര് അങ്ങനെ പ്രാർത്ഥിക്കും, എൻ്റെ മോന് ജോലി കിട്ടിയാൽ അവനെ ശയന പ്രദക്ഷിണം ചെയ്യിക്കാം, അല്ലെങ്കിൽ അസുഖം മാറിയ ശയന പ്രദക്ഷിണം. അപ്പൊ ഞാൻ ഓർക്കുന്നത്, ഏത് ദൈവമാണ് ഈ ഈ അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ ഉരുളുന്നത് കണ്ട് ആസ്വദിക്കുന്ന, അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന ദൈവം ഉണ്ടാവുമോ? എനിക്ക് അതൊക്കെ ഓർത്താ അതിശയം തോന്നാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ എൻ്റെ മകൻ ഒരു തെറ്റ് ചെയ്തു, അപ്പം ഞാൻ ദൈവത്തിനോട് പറയാണ്, ഇവൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇവനെ ഞാൻ ശയന പ്രദക്ഷിണം ചെയ്യിക്കാം, അവനെ ക്ഷമിക്കണം, അങ്ങനെ പറയുന്നത് ഞാൻ ഇതുവരെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു, ഇത് കേട്ടപ്പോൾ തോന്നുന്നത് ഈ ശയന പ്രദക്ഷിണത്തിന്റെയും അമ്പലത്തിന്റെ ചുറ്റും നടക്കുന്നതിന്റെ ഒരു സയന്റിഫിക്കൽ ഒരു വശം കൂടിയാണ്. കാരണം അങ്ങനെ ഉരുളുമ്പോൾ അല്ലെങ്കിൽ സേനാ പ്രദക്ഷിണം നടത്തുന്ന സമയത്ത് ശരീരത്തിലുണ്ടാകുന്ന ഒരു ഉടച്ചിലുണ്ടല്ലോ, ഈ പറയുന്ന ആരോഗ്യപരമായിട്ട് ഉണ്ടാക്കി വെച്ചത് അതിനാണ്. ഈ എല്ലാത്തിന്റെയും പിന്നിൽ ഒരു സയൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചെങ്കിലും ശരീരം അനങ്ങട്ടെ എന്നുള്ള കാരണമുണ്ട് നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ ശയന പ്രദക്ഷിണം നടത്തുമ്പോഴോ. പക്ഷെ അതിനെ ഇപ്പോ ഷാഗി പറഞ്ഞ പോലെ ജോലി കിട്ടിയാൽ ഉരുണ്ടേക്കാം എന്ന് പറയുന്ന അവസ്ഥയിൽ ഒരു എത്തിച്ചതാണെന്നുള്ളത് ഒരു എന്താ പറയാ, ഒരു കൈക്കൂലി കൊടുക്കുന്ന പോലെ, കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ചെയ്യാം. പിന്നെ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ജീവിക്കുന്നവരായിരിക്കും. ഞാൻ എന്തൊക്കെയാണ് സ്വർണത്തിന്റെ വിഗ്രഹം അല്ലെങ്കിൽ ദൈവത്തിന്റെ വിഗ്രഹത്തിലിടാനുള്ള ആഭരണങ്ങൾ, ഇതൊന്നും ആവശ്യമുള്ള ഇതല്ല, ഒരു ശക്തിയാണല്ലോ ഈ ദൈവം. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് അതുപോലെ പ്രാർത്ഥിക്കുന്നതും അങ്ങനെ. ഇപ്പൊ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന 2 മിടുക്കരായ കുട്ടികളായിരിക്കും. അപ്പൊ ഈ 2 അമ്മമാരും പോയി നിന്ന് പ്രാർത്ഥിക്കുകയായിരിക്കും, എൻ്റെ മോന് 1ാം സമ്മാനം കിട്ടണം. അപ്പൊ ഈ ദൈവത്തിന് തന്നെ കൺഫ്യൂഷൻ ആയി, 2 പേരും എന്റെ ഭക്തരാണ്, എന്നോട് വന്ന് ഒരാളെ തോൽപ്പിക്കുന്നുള്ളത്. അപ്പൊ അത് ഉറപ്പാണ്. അപ്പൊ അവിടെയാണ് ഈ കർമ്മഫലത്തിന്റെ, ഇതിൽ ഏത് അമ്മയാണോ ഏത് മകനാണോ കർമ്മം കൊണ്ട് നന്നായി ജീവിക്കുന്നത്, അപ്പൊ ഞാൻ അവനെ രക്ഷിക്കാമെന്ന് ദൈവം തീരുമാനിക്കുമായിരിക്കും. അതുകൊണ്ടായിരിക്കും കർമ്മം നല്ലത് ചെയ്യണമെന്ന് പറയണമെന്ന് വിശ്വസിക്കുന്നു. ഇത് കണക്ട് ചെയ്യുമ്പോൾ തോന്നുന്നു, ഇപ്പോ ഈ പറയുന്ന വിശ്വാസം ഒക്കെ അതിപ്പോ കാണുമ്പോൾ അത് മനുഷ്യന്റെ ഇടയിൽ ഒരു വേർതിരിവുകൾ മാനസികമായിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയും കൂടി ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഷൈക്ക്? വേർതിരിവ്, ഈ വിശ്വാസം കൂടിയപ്പോ വേർതിരിവുകൾ മനുഷ്യർക്കിടയിൽ ഉണ്ടായെന്ന് തോന്നുന്നുണ്ടോ? മീൻസ് ഈ വേർതിരിവ് എന്ന് വെച്ചാൽ ഈ വിശ്വാസങ്ങൾ കൂടുമ്പോ നമ്മൾ എന്റെ ദൈവമാണ് ശക്തി കൂടുതൽ, നിന്റെ ദൈവമാണ് ശക്തി കൂടുതൽ, മറ്റേ ദൈവത്തിനാണ് പവർ കൂടുതൽ എന്ന് ഓരോരുത്തർ അവരവരുടെ മതത്തിന്റെയും വിശ്വാസത്തിന്റെയും മറ്റ് ഞാനൊരു ഹിന്ദു മതസ്ഥ എന്ന പേരിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ഈ അമ്പലങ്ങൾ ഇതിന്റെ കാര്യം മാത്രം പറയുന്നു. മറ്റു മതങ്ങളുടെ നമ്മൾ പറഞ്ഞ് അതൊരു പ്രശ്നങ്ങളാവണ്ട. അതുകൊണ്ടാണ് എന്തായാലും ഞാനൊരു ഹിന്ദു മതസ്ഥ എന്നുള്ളതാണല്ലോ അറിയപ്പെടുന്നതും ജീവിക്കുന്നതും ആ പേരിലാണല്ലോ. അപ്പോൾ അങ്ങനെ പറയുന്നു ഒന്ന് മാത്രം. ഇനി അടുത്ത് വരേണ്ട വേറൊരു ഓരോന്ന് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്, എഴുത്തിന്റെ തന്നെയാണ്, അതിന്റെ ചുവട് പിടിച്ച് ചോദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, ഈ ഹോസ്പിറ്റൽ സന്ദർശിക്കേണ്ടി വന്ന സിറ്റുവേഷനെ കുറിച്ച്. അത് നമ്മൾ അല്ലാതെ സംസാരിച്ചപ്പോൾ തന്നെ ഒരിക്കലും സൂചിപ്പിച്ചതാണ്, ഈ സ്വന്തം ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, ആ ഹോസ്പിറ്റലിൽ സന്ദർശിക്കേണ്ടി വന്നൊരു അതിൻ്റെ ഒരു റിയാക്ഷൻ. അത് ആയിരുന്നു അല്ലേ ആ എഴുത്തിന്റെ ഒരു, അത് എന്താണെന്നൊന്നും പറയാൻ? അത് പൊതുവെ ഞാൻ എല്ലാ ഹോസ്പിറ്റൽസിനെയും അടക്കി പറയുന്നതല്ല, പക്ഷെ പല ഹോസ്പിറ്റൽസിലും ശനിയും ഞായറും നമ്മൾ അസുഖമായിട്ട് പോകാൻ പാടില്ല. അപ്പോൾ ഈ സർക്കാർ സ്ഥാപനങ്ങളിൽ പോകുന്ന പോലെ ഇന്ന് ശനി ആണ്, നാളെ ഞായറാണ്, മറ്റന്നാൾ തിങ്കളാഴ്ച എന്ന് പറയുന്ന ഒരവസ്ഥ. അപ്പൊ അസുഖങ്ങൾക്ക് ശനി ഞായറൊന്നും ഇല്ലല്ലോ. അസുഖം വരുന്നത് മിക്കപ്പോഴും രാത്രി നല്ല ലേറ്റ് ആയിട്ടൊക്കെയാണ് പല വേദനകളും തുടങ്ങുന്നതും അസുഖങ്ങളും മൂർച്ഛിക്കുന്നതും ഒക്കെ. അപ്പൊ ആ സമയങ്ങളിലൊന്നും പല ആശുപത്രികളിലും പോയാൽ നമുക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല.
ചില എല്ലാം എന്ന് ഞാൻ പറയുന്നില്ല, എനിക്കുണ്ടായ അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇതുപോലുള്ള ഹോസ്പിറ്റൽസ് എന്തായാലും ഉണ്ടാവും. അപ്പൊ നമ്മളൊരു ശനിയാഴ്ച രാത്രി നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ അവിടെ ഡ്യൂട്ടി ഡോക്ടേഴ്സ് ഉണ്ട്, പക്ഷെ അവരങ്ങനെ ഡയഗ്നോസ് ചെയ്യാനൊന്നുമില്ല. അവര് ഒരു പെയിൻ കില്ലർ തരുന്നു, ഓക്കെ വീട്ടിൽ പോയിക്കോളൂ, അങ്ങനെയാണ്. ഈ വേദന വരാനുള്ള കാരണം എന്താണെന്നൊന്നും നോക്കാൻ അവര് പൊതുവിലൊന്ന് നോക്കുന്നു, വേദന സംഹാരികൾ തരുന്നു, പോവാൻ പറയുന്നു. ഇനി അഥവാ അവിടെ അഡ്മിറ്റ് ആയാൽ തന്നെ ഈ ശനിയാഴ്ച അഡ്മിറ്റായി, നെക്സ്റ്റ് ഡേ സൺഡേ അഡ്മിറ്റായി, പിന്നെ ഡോക്ടർ വരാൻ മൺഡേ ആവും. ഇനി നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് വല്ല സ്കാനിങ്ങോ വല്ലോ ചെയ്യിച്ചാൽ സ്കാനിങ്ങിന്റെ ഇത് കിട്ടും, പിക്ചർ ഇത് കിട്ടും, ഫിലിം കിട്ടും. പക്ഷെ അതിന്റെ റിപ്പോർട്ട് എഴുതാൻ ആ എക്സ്പേർട്ട് അല്ലെങ്കിൽ ആ സ്പെഷ്യലിസ്റ്റ് വരാൻ തിങ്കളാഴ്ചയാവും. അതെന്താണ് സ്വന്തം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്? എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ എന്താണ് ഞാൻ സാറ്റർഡേ ആയിരുന്നു എനിക്ക് വയ്യാതെ ഞാൻ പോയത് ഒരു ഹോസ്പിറ്റലിൽ. അവിടെ ചെന്നു, അവർ ഡയഗ്നോസ് ചെയ്തൊന്നുമില്ല, ജസ്റ്റ് പെയിൻ കില്ലർ തന്ന് എൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നിയിരുന്നു എൻ്റെ പെയിൻ അങ്ങനെ ഒരു നിസാര പെയിൻ അല്ല. കാരണം മണിക്കൂറുകളോളം, അതും കോവിഡ് കാലം കൂടി ആയതുകൊണ്ട് മണിക്കൂറുകളോളം സഹിച്ചിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് തന്നെ വന്നത്. അപ്പോൾ എനിക്കറിയായിരുന്നു ഇത് എന്തോ പ്രശ്നം ഉണ്ടെന്ന്. പക്ഷെ അവര് പെയിൻ കില്ലർ തന്ന് പോവാൻ പറഞ്ഞ് അഡ്മിറ്റ് ചെയ്യുന്നുമില്ല. അപ്പം ഞാൻ അങ്ങോട്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് സ്കാൻ ചെയ്തത്. സ്കാൻ ചെയ്തപ്പോഴും അതിൻ്റെ റിപ്പോർട്ട് കിട്ടാൻ മൺഡേ ആവും. അഡ്മിറ്റ് ചെയ്യുന്നു, പിന്നെ സാറ്റർഡേ ഫുള്ള് സൺഡേ ഫുള്ള് വേദനിക്കുന്നു, പെയിൻ കില്ലർ എടുക്കുന്നു, വേദനിക്കുന്നു, പെയിൻ കില്ലർ എടുക്കുന്നു. പെയിൻ കില്ലർ എടുത്താലും മാറുന്നില്ല, പിന്നെ സ്ലീപ്പിംഗ് പിൽസ് തന്നാൽ പോലും ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പിന്നെ മൺഡേ ഡോക്ടർ വന്ന് ഡയഗ്നോസ് ചെയ്ത് പിന്നീട് സർജറി ചെയ്ത് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു രോഷത്തിൽ ഇട്ട ഒരു പോസ്റ്റ് ആയിരുന്നു. അത് നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റൽ തന്നെയായിരുന്നു, കേരളത്തിൽ ഒരു ഹോസ്പിറ്റൽ അല്ല, നാട് പറയാലോ, നമ്മുടെ നാട്ടിലാണോ സംഭവം? കേരളം ആണ്. അപ്പൊ ഒരിക്കലും റിയാക്ട് ചെയ്തില്ല അതിന്റെ പേരിൽ? അത് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റിന് ഡിലേ വന്നപ്പോ ഷഗിയോ അപ്പോൾ റിയാക്ട് ചെയ്തൊന്നുമില്ലേ? ചോദിച്ചില്ലേ അവരോട്? ഇങ്ങനെ ചോദിക്കുമ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് ഇങ്ങനെ അപ്പോളജൈസ് ചെയ്യുന്ന പോലെ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ നല്ലപോലെ വേദന സഹിച്ചു അല്ലേ എന്ന് അങ്ങനൊരു ഇത് പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ചും അപ്പം നമ്മൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് ചില രോഗികൾ ചെറിയൊരു പെയിൻ ഉണ്ടെങ്കിലും ഭയങ്കര ആർത്തലച്ച് കരഞ്ഞ് ഭയങ്കര സീൻ ഉണ്ടാക്കി അങ്ങനെയുള്ള രോഗികളുണ്ട്. അപ്പം അവർക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അവർക്കും ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞാൽ അത് പൂർണ്ണമായി വേദനയാണോ അല്ലേന്ന് അവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. പിന്നെ ഡോക്ടേഴ്സും അവരും മനുഷ്യരല്ലേ, അവർക്കും ശനിയും ഞായറോ ലീവ്, അവർക്ക് ഹോളിഡേ, അവർക്കെല്ലാം വേണം. പക്ഷെ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ എന്താന്ന് വെച്ചാൽ ഡോക്ടേഴ്സ്ക്ക് അവധി എടുക്കട്ടെ, പക്ഷെ ഈ ശനി ഞായറും എല്ലാവരും അവധിക്ക് പോകുന്നതിന് പകരം ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തൊക്കെ വന്ന ആഴ്ചകളിൽ അപ്പൊ എല്ലാ ദിവസവും നല്ല ഡോക്ടേഴ്സ് ഉണ്ട് എന്നുള്ളൊരു അവസ്ഥ വരില്ലേ എന്നൊക്കെ ഞാൻ അത് എൻ്റെ ഒരു അനുഭവത്തിൽ വന്ന ഒരു രോഷം കൊണ്ട് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു എന്ന് മാത്രം. ഈ രോഷത്തിന്റെ വേറൊരു എഴുത്തുണ്ടായിരുന്നു, ഫെമിനിസം എന്ന് പറയുന്നത്. എങ്ങനെ ഒരാൾ ഫെമിനിസ്റ്റ് ആവണം എന്നുള്ള സംഭവം, അതിന്റെ ഒരു ഉറവിടം എവിടെയാണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് തുടങ്ങുന്ന ഒരു സംഭവമായിട്ട് എഴുതിയിട്ടുണ്ട്. ഷഗിയുടെ കാഴ്ചപ്പാടിൽ ഈ പറയുന്ന ആ എഴുത്തും അതിൽ നിന്ന് ഉണ്ടായൊരു കാരണം എന്ന് പറയുന്നത് അത് തന്നെയാണോ ഒരു ഫെമിനിസ്റ്റ് ആവാൻ കാരണം? ഏറെക്കുറെ അത് തന്നെയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? കുട്ടിക്കാലം മുതലേ വീട്ടിൽ നിന്ന് തുടങ്ങുന്ന, നേരത്തെ പറഞ്ഞ പോലെ ദുരനുഭവം വീട്ടിൽ നിന്നാണ് തുടങ്ങണമെന്ന് പറയുമല്ലോ, അതുപോലെ തന്നെയാണ് ഒരു ഫെമിനിസ്റ്റിനെ വാർത്തെടുക്കുന്നതും വീട് തന്നെയാണ്. ഒരു ഫെമിനിസ്റ്റ് ഉണ്ടാവുന്നതിന് ഉത്തരവാദികൾ ആരാണ്? പുരുഷന്മാര് തന്നെയല്ലേ. പുരുഷന്മാരുടെ ചിന്ത, അവരുടെ പ്രവൃത്തി, അവരുടെ ചിന്താഗതി, ഇതുകൊണ്ടൊക്കെയാണല്ലോ ഒരു സ്ത്രീ ഫെമിനിസ്റ്റ് ആവുന്നത്. അല്ലാതെ ജനിക്കുമ്പോഴേ ഫെമിനിസ്റ്റ് ആവണം എന്ന് പറഞ്ഞ് ജനിക്കുന്നതല്ല. ഇല്ല, അത് പുരുഷൻ മാത്രമാണ്. ആ എഴുത്തിനെ വെച്ചിട്ടാണ് ചോദിക്കേണ്ടതെങ്കിൽ പുരുഷൻ മാത്രമല്ല, ഒരു സ്ത്രീ അമ്മ എന്ന് പറയുന്ന. അപ്പൊ അതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു വീട്, സാധാരണ ഒരു വീട്, അവിടെ പെൺകുട്ടികളും ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുള്ള വീട്. അപ്പൊ ഇവിടെ രണ്ടുപേർക്കും കിട്ടുന്നത് വ്യത്യസ്തമായ പരിഗണനയാണല്ലോ. ഇപ്പൊ ഒരു ദിവസം, ഒരു ഞായറാഴ്ച ദിവസം, അന്ന് ആൺകുട്ടിക്ക് അവന് മതിയാവുന്നവരെ ഉറങ്ങാം രാവിലെ, പക്ഷെ പെൺകുട്ടിക്ക് അതിന് അനുവാദമല്ല. അപ്പൊ അമ്മ തന്നെ പറയും, നീ അന്യ വീട്ടിൽ കല്യാണം കഴിച്ച് പോകേണ്ട കുട്ടിയാണ്, അപ്പൊ അവൾ രാവിലെ നേരത്തെ എണീക്കണം, അപ്പൊ അവള് പണികൾ ചെയ്യണം, അവളുടെ ഇത്. അപ്പൊ ഇവളേക്കാൾ 4-5 വയസ്സ് മൂത്തതായ ഏട്ടന് സുഖമായി ഉറങ്ങാം, അവന് ഉറങ്ങുന്നു, എണീറ്റ് ഉമ്മർത്ത് വന്നിരിക്കുന്നു, അവന് വീട്ടിലെ സ്ത്രീകൾ ആരെങ്കിലും ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നു, അവന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവനെ വിളിക്കുന്നു. അപ്പോഴൊക്കെ ഈ പെൺകുട്ടികൾക്ക്
അപ്പൊ ആ അനിയത്തി വിചാരിക്കുകയാണ് എന്തുകൊണ്ട് ഞാനിങ്ങനെ ചേട്ടൻ അങ്ങനെയെന്ന് അപ്പോഴേ അവൾക്ക് തോന്നുകയാണ്. പിന്നെ ഡൈനിങ് ടേബിളിൽ വന്നിരുന്നാലും എന്താ നടക്കുന്നത്, അച്ഛനും മോനും ഓർഡർ ചെയ്യല്ലേ, കറിയിൽ സ്പൂണില്ല കൊണ്ടുപോവാ, ഫ്രിഡ്ജിൽ അച്ചാർ എടുത്ത് കൊണ്ടുപോവാ, വെള്ളത്തിന് ഗ്ലാസ് ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്യുന്ന അച്ഛനും ചേട്ടനും ഒക്കെയാണ് കാണുന്നത്. അപ്പൊ ഇത് കേൾക്കുമ്പോ അമ്മ പെട്ടെന്ന് പറയാന്ന്, അയ്യോ മോളെ ടേബിളിൽ ഗ്ലാസ് ഇല്ലല്ലോ കൊണ്ടുപോയി വെക്കുക, അല്ലെങ്കിൽ അയ്യോ അച്ഛന് സ്പൂണ് കൊടുത്തില്ലേ കൊടുക്കുക, ഇങ്ങനെ പറയുന്ന അമ്മയാണ്. അപ്പോൾ ഈ അമ്മ പറഞ്ഞാൽ മതി, അമ്മ മോനോട് എടാ നീ പറയുന്ന നേരം പോയി എടുത്തു കൊണ്ടുപോവാ, അല്ലെങ്കിൽ നീ എടുത്തു കൊണ്ടുപോവാന്ന് ഈ അമ്മ 2 വട്ടം പറഞ്ഞാൽ മൂന്നാമത്തോട്ട് അവനത് പറയില്ല. അവൻ ഗ്ലാസ് ഇല്ലെങ്കിൽ അവൻ എണീറ്റ് പോയി എടുക്കും. അപ്പൊ അമ്മ അതുപോലെ കഴിച്ചു കഴിഞ്ഞാലും അങ്ങനെയല്ലേ, അച്ഛനും ചേട്ടനും പ്ലേറ്റ് ടേബിളിൽ വെക്കുന്നു പോകുന്നു, പിന്നെ അമ്മയും മോളും ആയിരിക്കും ഇതൊക്കെ ചെയ്യുന്ന. അപ്പൊ അവിടെ വെച്ച് തന്നെ ഒരു പെൺകുട്ടി ഒരു 50% ഫെമിനിസ്റ്റ് ആയി. പിന്നെ പുറത്തിറങ്ങുമ്പോൾ ബാക്കി. അപ്പോൾ പിന്നെ പക്ഷെ അത് വിചാരിച്ച് ഇപ്പം ഞാൻ ഫെമിനിസ്റ്റ് ആണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ചിലർ പ്രവർത്തിക്കുന്നതും പറയുന്നതും കേൾക്കുമ്പോൾ നമ്മൾ അയ്യോ ഇതാണോ ഫെമിനിസം, ഇങ്ങനെയൊക്കെയാണോ എന്ന് നമ്മൾ അതിനും പുരുഷന്മാരാണ് കേട്ടോ കാരണം ഇപ്പോൾ ഒരു പുരുഷൻ എന്ത് വലിയ തെറ്റ് ചെയ്താലും എത്രയോ പുരുഷന്മാർ അയാളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. നമുക്ക് അതിശയം തോന്നും ഇത്രയും വലിയൊരു കാര്യം ചെയ്ത് ഇയാളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന്. അപ്പോൾ എന്തുണ്ടാവുന്നു, തിരിച്ച് ഒരു സ്ത്രീ തെറ്റ് ചെയ്യുമ്പോൾ സ്ത്രീകളെ നമുക്ക് സ്ത്രീകളുടെ ഭാഗം പിടിക്കാം എന്നുള്ള രീതിയിൽ സ്ത്രീയുടെ ഭാഗം. അപ്പോൾ അവിടെയും പ്രശ്നമായി. അപ്പോൾ ഒരു തെറ്റ് നടക്കുമ്പോൾ സ്ത്രീയാണ് തെറ്റ് ചെയ്തതെങ്കിൽ പുരുഷന്മാർക്കും ഇപ്പോൾ സ്ത്രീകളും അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു കാര്യത്തിൽ പുരുഷൻ സ്ത്രീ എന്ന് കരുതേണ്ടതില്ലല്ലോ. തെറ്റ് എവിടെയാണ് ശരി എവിടെയാണ് എന്ന് കണ്ടാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവില്ല. നമ്മൾ മഹാബലിയെ ചവിട്ടി താഴ്ത്തിയ നാടല്ലേ. അതുപോലെ മഹാത്മാഗാന്ധിയെ കൊല്ലാൻ ആളുണ്ടായി, ഹിറ്റ്ലറിനെ കൊല്ലാൻ ആളുണ്ടായോ? അതാണല്ലോ നമ്മുടെ ലോകം. ആദ്യത്തെ ചോദ്യത്തിൽ നിന്നിട്ടാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഈ 2 ചോദ്യങ്ങൾ അവസാനത്തെ ഇപ്പൊ പറഞ്ഞതും വീടാണ് ഒരു ഇതിന്റെയൊക്കെ ഇടം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കണം ഈ പറയുന്ന പോലെ ഒന്ന് എങ്ങനെ അമ്മയും അച്ഛനും കുട്ടികളുടെ കാര്യത്തിൽ എത്രത്തോളം ഈ പറയുന്ന ബന്ധുക്കൾ എന്ന് പറയുന്നിടത്ത് ഒരു സംഭവമുണ്ട്. പിന്നെ ഈ കുട്ടികളെ ഫെമിനിസ്റ്റ് ആക്കി എടുക്കുന്നതിൽ അറിയാതെയെങ്കിലും അറിഞ്ഞോ അറിയാതെയെങ്കിലും അമ്മയും നേരത്തെ പറഞ്ഞ പുരുഷൻ, അത് മാത്രം എനിക്ക് ചെറിയൊരു വിവേചനം, അങ്ങനെ പുരുഷൻ മാത്രമല്ല ഇവിടെ ഒരു സ്ത്രീയും ഒരു സ്ത്രീക്ക് ഈ ശത്രുത ഉണ്ടാവണതോ അല്ലെങ്കിൽ അതിന് ദോഷം ചെയ്യുന്ന വേറൊരു സ്ത്രീയാണെന്ന് എവിടെയൊക്കെ ആരൊക്കെ പലരും പറയുന്ന പോലെ അപ്പൊ അത് കാരണം ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഒരു വീട്ടിലൊരു കുട്ടിയെ ഏതൊക്കെ നിലയ്ക്കാണ് കുട്ടികളെ വളർത്തി എടുക്കേണ്ടത്, കൊണ്ടുവരേണ്ടത്, അവരുടെ ഒരു ക്യാരക്ടറെ വാർത്തെടുക്കേണ്ടത്, അതെങ്ങനെയായിരിക്കണം? ഒരു സഖിയുടെ ഒരു ഇത്രയും അനുഭവങ്ങൾ വെച്ചിട്ട് പലരെയും കേട്ടിട്ടും ഇപ്പൊ ഈ പറയുന്ന എഴുത്തുമൊക്കെ വെച്ചിട്ട് ഞാൻ ചോദിക്കുന്നു, എന്താണ് ഒരു എന്റെ കാഴ്ചപ്പാടിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം വളർത്തേണ്ടതെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഇക്വാലിറ്റിയിൽ വിശ്വസിക്കുന്നുണ്ട്. ഈക്വൽ എന്നുള്ള രീതിയിൽ തന്നെ പെൺകുട്ടി ആൺകുട്ടി എന്ന് കരുതാതെ അങ്ങനെ ഇപ്പൊ ഈ ഒരു പെൺകുട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ആൺകുട്ടിക്കും ചെയ്യാം. അത് വീട്ടിൽ നിന്ന് ഇപ്പൊ അമ്മയുടെ അടുത്തു നിന്നാണല്ലോ കിട്ടുന്നത്. അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ഇപ്പൊ ഒരു അച്ഛൻ എന്താണോ ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഉദാഹരണം, ഡൈനിങ് ടേബിളിൽ നിന്ന് സ്പൂണ് കൊണ്ടുപോവാ എന്ന് ഈ വിളിച്ച് പറയുന്ന അച്ഛൻ ഇത് പറയാതെ അച്ഛനാണ് പോയി എടുത്തു കൊണ്ടുവരുന്നത് എങ്കിൽ ഗ്ലാസ് വേണമെങ്കിൽ മോൻ പോയി എടുത്തു കൊണ്ടുവരും. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ആവുന്നത് അച്ഛൻ്റെ വീട്ടിലത്തെ സാഹചര്യങ്ങൾ വെച്ചിട്ടായിരിക്കും. അപ്പോൾ വീട്ടിൽ ഒരമ്മ വിചാരിച്ചാൽ ആൺകുട്ടികളെ കുറേയൊക്കെ ശരിയാക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇപ്പൊ അവള് ചെയ്യുന്നത് നിനക്കും ചെയ്യാം എന്ന് പറയും. ഇപ്പൊ ചുറ്റുപാടിൽ നിന്നാണല്ലോ ആൺകുട്ടി. ഇപ്പൊ അവനാണാണ്, അത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അവനാണല്ലേ അവനതൊക്കെ ചെയ്യും, അങ്ങനെ പറഞ്ഞ് കേട്ടിട്ട് തന്നെയാണ് ഒരാണ് ഇങ്ങനെ ആവുന്നതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ തിരിച്ച് അല്ലാത്ത പുരുഷന്മാരില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പൊ നമ്മുടെ ഗുസ്തി താരം ഉണ്ടായ ഒരു 2-3 വർഷം മുന്നേ ഒരു ബജ്രംഗ് പുനിയ എന്തോ പേരുള്ള അദ്ദേഹം എന്താ ചെയ്ത, പത്മശ്രീ കിട്ടിയതോ പതക്കം കിട്ടിയത് അദ്ദേഹം വഴിയിൽ എറിഞ്ഞു എന്നൊരു ന്യൂസ് വന്നിരുന്നു. കാരണം വനിതാ താരങ്ങൾക്ക് എന്തോ അപമാനം. അപ്പൊ അതുപോലുള്ള പുരുഷന്മാരും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഈ ഫെമിനിസ്റ്റിന്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞോന്ന് മാത്രം. ഞാൻ എഴുതി തുടങ്ങിയത് സത്യത്തിൽ ഓർമ്മക്കുറിപ്പുകൾ എന്നുള്ള രീതിയിലാണ് ഭാവന ഞാൻ സ്റ്റാർട്ടിങ്ങിലൊന്നും എഴുതിയിട്ടില്ല, ഓർമ്മക്കുറിപ്പുകൾ മാത്രമായിരുന്നു എഴുതിയിരുന്നത്. അപ്പോൾ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നും പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാനില്ല അവിടെ. അപ്പോൾ ഓർമ്മകൾ തന്നെയാണ് എഴുതിക്കൊണ്ടിരുന്നിരുന്നത്. പിന്നീട് ഓർമ്മകൾ കുറച്ച് എഴുതി കഴിഞ്ഞപ്പോൾ പിന്നെ ഭാവനയിലേക്ക് പോയി. എന്നെ സംബന്ധിച്ച് അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ല. അങ്ങനെ എന്ത് വിഷയം എഴുതും
അല്ലെങ്കിൽ എന്താണ് ഞാൻ എഴുതേണ്ടത്, ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് അങ്ങനെ ഒരു ഇത് വേണ്ടി വന്നിട്ടില്ല. ഒരു ബാഡ് എക്സ്പീരിയൻസ് അങ്ങനെയും ഇല്ലായിരുന്നു ജീവിതത്തിൽ, അങ്ങനെയൊന്നും കടന്നു വന്ന? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ എഴുതുമ്പോൾ നമുക്ക് ഞാൻ വളർന്നു വന്ന കുട്ടിക്കാലത്തെ കാര്യങ്ങൾ, അതുപോലെ വളർന്ന് ഇപ്പൊ ഒരു മാരേജ് വരെയുള്ള കാര്യങ്ങൾ, കോളേജ് ജീവിതം അല്ലെങ്കിൽ സ്കൂള് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഓർമ്മക്കുറിപ്പ്. പിന്നെ എൻ്റെ വീട്ടിലെ അമ്മമ്മ, മരിച്ചുപോയ അമ്മമ്മ, എൻ്റെ മരിച്ചുപോയ വല്യമ്മ, അമ്മയുടെ ചേച്ചി, അതുപോലെ മരിച്ചുപോയ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അവളെ കുറിച്ച് ഒക്കെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ അതായിരുന്നു പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിനുശേഷം ഭാവനയായിട്ട് എഴുതുമ്പോഴും എനിക്ക് തോന്നുന്നു അതിപ്പോ ഈ എഴുത്തുകാർക്ക് നേരിടുന്ന ഒരു പ്രശ്നമാണത്. നമ്മൾ എന്തെങ്കിലും എഴുതിയാൽ അത് നമ്മുടെ ജീവിതമാണെന്ന്. ഇപ്പോ ഒരു പ്രണയത്തെ കുറിച്ച് എന്തെങ്കിലും എഴുതിയാൽ ഉടൻ നമുക്ക് മെസ്സഞ്ചറിൽ ഒക്കെ മെസ്സേജ് വരും, എന്ത് പറ്റി, എന്തെങ്കിലും പ്രണയത്തിൽ പോയി ചാടിയോ കൂടി, എന്താണ് പറ്റിയത്. അപ്പോൾ നമ്മൾ എഴുതുന്നത് നമ്മുടെ ജീവിതമാണ് എന്ന് ചിന്തിക്കുന്ന അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് ആ ഒരു പ്രവണത അല്ലെങ്കിൽ മനോനില ഉണ്ടായത്. അത് മുമ്പൊന്നും വായിക്കുന്നവരിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഇതെന്താന്ന് വെച്ചാൽ അപ്പോഴേക്കപ്പോൾ നമുക്ക് റെസ്പോൺസ് കിട്ടല്ലേ. മറ്റത് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എഴുതുന്നവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. ഇത് ഇപ്പൊ നമ്മളൊരു വിരഹം ആണ് എഴുതിയതെങ്കിൽ ഉടനെ ചോദിക്കും, എന്ത് പറ്റി, വിരഹ ദുഃഖത്തിലാണല്ലോ, ഹസ്ബൻഡുമായിട്ട് പിരിഞ്ഞ് ജീവിക്കുകയാണോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളായി. ഒരു മരണത്തെ കുറിച്ച് എഴുതിയാൽ എന്ത് പറ്റി, അടുത്ത് വളരെ ക്ലോസ് ആയെങ്കിലും മരിച്ചുപോയോ, ഇങ്ങനെ ചോദിക്കും. അപ്പൊ നമ്മള് എഴുതുന്നത് നമ്മുടെ അപ്പോഴുള്ള ജീവിതമാണെന്ന് വായനക്കാർ തെറ്റിദ്ധരിക്കുന്ന ഒരു പ്രശ്നം നല്ലപോലെ ഉണ്ട്. ഈ സോഷ്യൽ മീഡിയ തന്നെ ഷഗിയുടെ എഴുത്തിനെ ഈ ഒരു ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിലുള്ള അങ്ങനെ ഉണ്ടായിട്ടുണ്ട്? ഇല്ല, എനിക്ക് സോഷ്യൽ മീഡിയയാണ് ഞാൻ എൻ്റെ എഴുത്ത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഒരു കോൺഫിഡൻസ് തന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്. സത്യത്തിൽ ഞാൻ ഈ സോഷ്യൽ മീഡിയയായിട്ടൊന്നും ഒരു ബന്ധമില്ലാതെ ഇതൊക്കെ മോശം കാര്യങ്ങളാണോ എന്ന രീതിയിൽ ജീവിച്ചു പോന്നിരുന്ന ഒരാളാണ് ഞാൻ. ഒരിക്കലും FB ഇൻസ്റ്റ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കും, നിനക്ക് മാത്രം എന്താണ് ഇതൊന്നും ഇല്ലാത്തത്? അപ്പൊ എനിക്ക് ഇതൊക്കെ ആരും ചെയ്യാത്ത ഒരു ഞാനൊന്നും അത് ചെയ്യില്ല എന്നുള്ളൊരു മട്ടിൽ. പക്ഷെ ഒരു വട്ടം എഴുതി പോസ്റ്റ് ചെയ്തു. അതൊരു മദേഴ്സ് ഡേക്ക് ആയിരുന്നു ഞാനത് ആദ്യത്തെ. അത് അത്ര ഒരു പ്ലാൻഡ് ഒന്നും ആയിരുന്നില്ല. ഒരു ഫ്രൈഡേ ദിവസം, ഗൾഫിലാണ്. അപ്പൊ ഫ്രൈഡേ ദിവസം ഒരു സാധാരണ ഒരു റിലാക്സ് ചെയ്തിട്ടുള്ള ഒരു റൂട്ടീനാണ്. അപ്പൊ ചായ എടുത്ത് ഇങ്ങനെ മൊബൈൽ എടുക്കുന്നു, ഇന്ന് മദേഴ്സ് ഡേ ആണല്ലേ, അപ്പൊ ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നു. അതായിരുന്നു എൻ്റെ ആദ്യത്തേത്. പക്ഷെ അതിന് കുറേ നമുക്ക് ഇതുവരെ എന്താണ് എഴുതാത്തത്, അത് ഭയങ്കര റെസ്പോൺസ് വന്നപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വന്നു. അപ്പൊ അങ്ങനെയാണ് അടുത്തത്. പിന്നീട് എഴുതുന്നതൊക്കെ നമുക്ക് നല്ല അഭിപ്രായങ്ങൾ വരുമ്പോഴാണ് നമുക്ക് അറിഞ്ഞത്. അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് അറിയുകയില്ലായിരുന്നു, ഞാൻ ഒന്നും എഴുതാതിരുന്നേനെ. നമ്മൾ എഴുതുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് കാണുമ്പോഴാണല്ലോ നമുക്ക് കൂടുതലൊരു പ്രേരണ വരുന്നത്. ഇപ്പൊ സംസാരിച്ച് പോയപ്പോ ഉള്ള ആൾക്കാർ വായിക്കുമ്പം അങ്ങനെ നമ്മുടെ ജീവിതമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. ആ ആംഗിളിൽ ഞാൻ ചോദിക്കുന്നില്ല. ചില എഴുത്ത് ഷഗിയായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള എഴുത്തുണ്ട്. എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പ്രണയത്തിൻ്റെ ഒരു എഴുത്താണെങ്കിൽ സ്നേഹത്തോടെ ചേർത്ത് നിർത്തി കണ്ണുകളിലേക്ക് നോക്കി സാന്ത്വന വാക്കുകളാലും ആത്മവിശ്വാസത്താലും കരുത്താലും പൊതിഞ്ഞെടുത്ത് അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ പറഞ്ഞിട്ടില്ല. പിന്നെ യഥാർത്ഥത്തിൽ പ്രണയമെന്ന തിരിച്ചറിവോടെ നേരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരു തിരിച്ചറിവ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അതിൽ ഷഗി ഉണ്ടെന്ന് ചിലപ്പോൾ വായനക്കാർക്ക് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് തോന്നിപ്പോവാം. ഇത് ചോദിക്കുമ്പോൾ എനിക്കും അത് തോന്നിയിട്ടുണ്ട്. പ്രണയം എന്ന് പറയുന്ന ഒരു 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 തലം ഉണ്ടല്ലോ, അതിനോട് കൂടുതൽ ആ ഒരു സാങ്കല്പികമായ അതിൻ്റെ ഒരു വർണ്ണനയും ഭാവനയും ഈ പറയുന്ന അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കൂടുതൽ നോക്കി കാണുന്ന ഒരാളാണ്. സ്വന്തം ജീവിതത്തെക്കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്, നോക്കി കാണുകയും അതിനെങ്ങനെയാണ് ഒരു പിന്നെ ഡിഫൈൻ ചെയ്യണത്? ഷഗി എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതിപ്പോൾ നമ്മൾ പ്രണയം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ എഴുതുന്ന പ്രണയം എനിക്കിഷ്ടപ്പെടുന്ന ഒരു പ്രണയം തന്നെ ആയിരിക്കും. ഇപ്പം പ്രണയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് എനിക്കൊരു ഇതുണ്ടാവുമല്ലോ, ആ രീതിയിൽ തന്നെ ഞാൻ എഴുതുള്ളൂ. അപ്പോൾ പ്രണയിക്കുന്നവർ ഇങ്ങനെ ആയിരിക്കണം, പ്രണയം പറയുന്നത് ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ യഥാർത്ഥ പ്രണയം ഇങ്ങനെയാണ് വേണ്ടത് എന്ന് എനിക്ക് ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഞാൻ എഴുതുള്ളൂ. അപ്പോൾ അത് എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു നല്ല പ്രണയം ഇതാണ് എന്നുള്ളതാണ് എൻ്റെ എഴുത്തിൻ്റെ. ഈ നേരത്തെ ചോദിച്ചാൽ പബ്ലിക് ചോദിക്കുന്നത് ഒരു തരത്തില്, നമ്മൾ എഴുതുമ്പോൾ നമ്മളെ വേണ്ടപ്പെട്ടവർ തന്നെ നമ്മളോട് ചോദിക്കും നീ ഇതെന്തിന് ഇങ്ങനെ എഴുതി എന്ന ചോദ്യം എവിടെന്നെങ്കിലും? അത് നേരിട്ടല്ല. ഇപ്പൊ നമ്മൾ ബന്ധുക്കളൊക്കെ വേറെ വല്ലവരുടെ അടുത്തും പറയും, അവൾക്ക് കുറച്ച് റൊമാൻസ് ഒക്കെ കുറച്ച് കൂടുതലാണ്, അങ്ങനെയുള്ള ചില അഭിപ്രായങ്ങൾ നമ്മുടെ ചെവിയിലെത്തും. അത് നമ്മളുടെ നേരിട്ടല്ല, അങ്ങനെ അഭിപ്രായ പ്രകടനങ്ങൾ കേൾക്കാറുണ്ട്. അത് കേൾക്കുമ്പോ എന്താ തോന്നണേ?
ഒന്നും തോന്നില്ല. എന്ത് തോന്നാൻ? അല്ല, സ്വാഭാവികമായിട്ടും ഇവര് നമ്മളെ ഇങ്ങനെ ജഡ്ജ് ചെയ്യണോ എന്നൊരു ഒരു 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 ഇത് തോന്നാറുണ്ടോ? അതിപ്പോ നമ്മളൊരു കാര്യം ചെയ്താൽ അതിന് പല അഭിപ്രായങ്ങളാണല്ലോ. നമ്മള് നാട്ടിൽ പറയില്ലേ, അമ്മയെ തല്ലിയാലും അത് പറഞ്ഞ പോലെ എല്ലാത്തിനും രണ്ടഭിപ്രായങ്ങളുണ്ടല്ലോ. മറുവശത്ത് നല്ലത് പറയുന്നവരുണ്ടാവും. അപ്പൊ നമ്മൾ അതിനെ അങ്ങനെ ഫേസ് ചെയ്യുക. പിന്നെ നമ്മൾ എഴുതാൻ തയ്യാറായാൽ നമ്മൾ എന്തും ഫേസ് ചെയ്യുക. ആ അർത്ഥത്തിൽ എടുക്കുമ്പോൾ ഈ പ്രണയം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ വേറൊരു തരത്തിൽ കേൾക്കാറുണ്ട്. അതായത് ഈ പ്രണയം എന്ന് പറയുന്നത് സാഹിത്യത്തിലും കലയിലും കവിതയിലും സിനിമാ പാട്ടിലും മാത്രമാണ് പ്രണയം ഭംഗിയുള്ളത്. റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അത്ര നല്ല സുഖമുള്ള കാര്യമൊന്നുമല്ല. പണ്ടാരോ പറഞ്ഞ പോലെ എന്താ പ്രണയം അല്ല പട്ടിണി മുൻവാതിലിൽ കൂടെ വരുമ്പോൾ പ്രണയം പിൻവാതിലിൽ കൂടെ പോകുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഈ പ്രണയം എഴുത്തിൽ മാത്രമാണ് ഭംഗിയുള്ളത്, വായിക്കാൻ നല്ല സുഖമാണ്, റിയാലിറ്റിയിൽ അത്ര നല്ല സുഖമുള്ള അല്ല എന്ന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ ഷൈക്ക്? എനിക്ക് തോന്നിയിട്ടുള്ള പ്രണയത്തിൽ ഒരു മടുപ്പ് എന്നൊരു കാര്യം വരാനുണ്ട്. അത് മടുപ്പില്ലാത്ത പ്രണയങ്ങൾ ഉണ്ടാവാട്ടോ, ഇല്ല എന്നല്ല. പക്ഷെ മടുപ്പാണ് പ്രണയത്തിന്റെ ഒരു പ്രശ്നം. ആ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ഇന്റൻസിറ്റി പിന്നീട് കുറഞ്ഞു വരും എന്ന് തോന്നുന്നു. എന്തുകൊണ്ടായിരിക്കും? പിന്നെ അറിയില്ല, അത് എന്തുകൊണ്ടാ, അത് വ്യക്തികളെ ആശ്രയിച്ചിട്ടായിരിക്കാം. മേ ബി അല്ലാത്ത പ്രണയങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലാത്ത പ്രണയങ്ങൾ ഉണ്ട്, നമ്മുടെ കൺമുന്നിൽ തന്നെ അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ മെജോറിറ്റി തിരിച്ചാണെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ജനറേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങളുടെ മുന്നിലും പ്രതീക്ഷകളുടെ ഒരു സൈഡത്ത് പ്രതീക്ഷയെ മങ്ങലേൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണതകൾ ഇന്ന് ജനറേഷനിലുണ്ട് എന്ന് പറയാനുണ്ട്. ഈ പറയുന്ന ഫാമിലി ലൈഫിനെ കുറിച്ചൊക്കെ ഇന്നത്തെ ഒരു ജനറേഷൻ കാണുന്ന ഈ പ്രണയം എന്നൊക്കെ പറയുന്നൊരു സംഭവം അതിനെ നോക്കി കാണാറുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു പോരായ്മ തോന്നുന്നുണ്ടോ? ഷൈക്ക് എന്ത് മാർക്കാണ് അവർക്കിടാൻ തോന്നുന്നത് നോക്കിക്കാണും? കുറച്ച് കൂടുതൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയ വഴി കുറേ കൂടെ കൂടുതൽ അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും. വാച്ച് ചെയ്യാറുണ്ടോ അതൊക്കെ? അങ്ങനെ പുതിയ ജനറേഷൻ പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികള് ഇപ്പൊ പാരന്റ്സ് പറയാണ് നീ കുറച്ച് തടി കൂടുതലാണല്ലോ എന്ന് പറഞ്ഞാൽ ബോഡി ഷേമിംഗ് ആണ്, ഞാൻ പോയി കേസ് കൊടുക്കുമെന്ന് പറയുന്ന കുട്ടികളാണ്. അച്ഛനും അമ്മയും പറഞ്ഞാൽ മതി നീ തടി കൂടി പോകുന്നു, നീ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ബോഡി ഷേമിങ്ങോ, വീട്ടിലടക്കം ബോഡി ഷേമിംഗ് ആണ് അങ്ങനെ പറയുന്ന അവർക്ക്. പിന്നെ അവർക്ക് കുറച്ച് സെൽഫ് റെസ്പെക്റ്റ് കുറച്ച് കൂടുതലാണെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. സെൽഫ് റെസ്പെക്റ്റ് വേണം. അതിപ്പോൾ നമ്മൾ കറിയിൽ ഉപ്പ് പോലെ എന്ന് പറയുന്ന പോലെ ഉപ്പില്ലാത്ത കറികൾ എത്ര നന്നായിട്ടും കാര്യമില്ല. അപ്പോൾ സെൽഫ് റെസ്പെക്റ്റ് അത്യാവശ്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു പലപ്പോഴും കുറച്ച് കൂടുതലായി ഉണ്ടോ ഇന്നത്തെ കുട്ടികൾക്ക് തോന്നാറുണ്ട്. എപ്പോഴോ ഒരു എഴുത്തിൽ ഞാൻ വായിച്ചു പോയതാണ്, മനുഷ്യരിലേക്ക് കൂടുതൽ അടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്ന ഒരു വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതെ അതെ. എന്തുകൊണ്ടാണത്? അതിപ്പോ നമ്മള് മനുഷ്യര് ഒരു ലിമിറ്റിൽ നമ്മള് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ ഒരു 100% മനസ്സിലേക്ക് കയറ്റി നമ്മൾ ഒരു മനുഷ്യരെയും വെക്കാതിരിക്കുന്നത്. അത് ഏത് റിലേഷനും. ഇപ്പൊ ഇതൊക്കെ പറയുന്നത് വെറും ഇപ്പോൾ പ്രണയിക്കുന്നവർ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് അങ്ങനെയല്ല, ഏത് റിലേഷനായാലും. ഇപ്പോൾ സ്വന്തം മക്കളായാൽ പോലും നമ്മൾ 100% അങ്ങ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്. അപ്പൊ എപ്പോഴും ഒരു അകലം പാലിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതായത് എന്തെങ്കിലും ഒരു റിയാക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റില്ല. അതെ 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 അതെ. നമ്മളെപ്പോഴും എല്ലാവരും വ്യത്യസ്ത വ്യക്തികളാണ്. ഇപ്പോൾ ഒരമ്മയ്ക്ക് മക്കൾ എന്ന് പറഞ്ഞാൽ ശരിയാണ്, അവരുടെ ശരീരത്തിൽ നിന്നും വന്ന ജീവനാണ്. പക്ഷെ എന്നാലും അത് വേറൊരു വ്യക്തി എന്ന് തന്നെ നമ്മൾ കരുതുന്നതാണ് എപ്പോഴും നല്ലത്. ആ അർത്ഥത്തിൽ മക്കളെ കുറിച്ച് ആശങ്ക അങ്ങനെയൊന്നും വെച്ച് പുലർത്താറില്ല. എന്റെ കുട്ടികൾ എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അവരെങ്ങനെയായിരിക്കും പോകുന്നത്, എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ അവർ ഡിസൈഡ് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്, ചെയ്യുന്നത് എന്തായിരിക്കും, അങ്ങനെയൊക്കെ ഒരു ആശങ്ക. അല്ല, അതുണ്ടാവും. അത് തീർച്ചയായിട്ടും അതുണ്ടാവുമല്ലോ. അവരുടെ ഭാവി എന്തായിരിക്കും, അത് എന്തായാലും ആ ആശങ്കകൾ കാണും. പക്ഷെ നമ്മൾ ഓവറായിട്ട് ഇങ്ങനെ നമ്മൾ കുഞ്ഞു കുട്ടികളാകുമ്പോൾ നമ്മൾ ശരീരത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അവർക്കൊന്നും അറിയാത്തൊരു അവസ്ഥയില്ല. അപ്പം നമ്മുടെ ശരീരത്തോട് ചേർന്ന് പിടിക്കുന്ന അമ്മമാർക്ക് പലർക്കും, എല്ലാവർക്കുമല്ല, ചില അമ്മമാർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയാലും ഇവർ ഏത് ഇതായാലും നമ്മൾ അതേ സ്ഥാനത്ത് നിൽക്കും. കുട്ടികൾ മാറി മാറി വരും. ചെറിയ കുട്ടികളായിരിക്കും അവർ അമ്മ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന പോലെ ആയിരിക്കില്ല. അവർ വളർന്ന് വലുതാവും തോറും അവർ കുറച്ച് ഡിറ്റാച്ചഡായി പോവും. അങ്ങനെയാണ്. പക്ഷെ അമ്മമാർ അതേ സ്ഥലത്ത് നിൽക്കും. അവരതേ സ്ഥലത്ത് നിന്നിട്ട് അയ്യോ എന്നോട് ഇങ്ങോട്ട് പണ്ടത്തെ പോലെ ഇല്ലല്ലോ എന്നിങ്ങനെ അങ്ങനെ വിഷമിക്കുന്ന ഒരവസ്ഥ വരും. അപ്പം അത് വരാതിരിക്കാൻ എപ്പോഴും അവർ എന്തായാലും തികച്ചും വ്യത്യസ്തരായ വ്യക്തികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട്ഷിപ്പ്
ഈ ആൺകുട്ടികൾ പെൺകുട്ടികൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇന്നത്തെ പോലെ ഇല്ലായിരുന്നല്ലോ. അന്ന് എല്ലാം പേടിയായിരുന്നു. അന്ന് പൊതുവേ ഇപ്പോ നാട്ടിൻപുറങ്ങളിലൊക്കെ നല്ലൊരു സുഹൃത്തിനോട് സംസാരിച്ചാൽ തന്നെ ഇവര് തമ്മിൽ എന്തോ ആണ് എന്ന് ആയിരിക്കും എല്ലാവരും പറയാം. അപ്പൊ നമ്മൾ അത് പേടിച്ച് നമ്മൾ കഴിയുന്നതും ആരുടെ അടുത്തും മിണ്ടില്ല. ആൺകുട്ടികളാവുമ്പോൾ നമ്മളൊരു ദൂരം പാലിക്കണം, അല്ലെങ്കിൽ പ്രശ്നം. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്ന് പലപ്പോഴും ഒരു പെൺകുട്ടിക്ക് കൂടുതൽ സഹായങ്ങൾ ചെയ്യാനും കൂടുതൽ ക്ലോസ് ആയി നിൽക്കാനും ആൺകുട്ടികളായിരിക്കും ഇപ്പൊ പലപ്പോഴും പറ്റുന്നത് പെൺകുട്ടികളെക്കാൾ. അങ്ങനെ ഒരു ആ കാര്യത്തിൽ അസൂയ തോന്നാറുണ്ട്. ഇന്നത്തെ ജനറേഷൻ ആണെങ്കിൽ നല്ല ഫ്രണ്ട്സിന് ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുമായിരുന്നു, അങ്ങനെ ചിന്തിക്കാറുണ്ട്. ഞാൻ വെറുതെ ഒരു ചോദിക്കാൻ വന്നതാണ്, ഇപ്പൊ അത് അതിൽ പോയിന്റ് ചെയ്ത് പോയത്. അതായത് ഒരു സാങ്കല്പികമായിട്ടാണ്, അസാധ്യമായ ഒരു കാര്യമാണ് ചോദിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ആണ് ഞാൻ കുറച്ചുകൂടി ഈ കൗമാരം ഒക്കെ സഞ്ചരിച്ചു പോവേണ്ടിയിരുന്നത് എന്ന് തോന്നാറുണ്ട്. ഇപ്പൊ ഭയങ്കര ഫ്രീഡം ഉണ്ട്. ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ നമ്മള് ഒരു ആൺകുട്ടിയുടെ കൂടെ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഒരു ജ്യൂസ് കഴിച്ചു അല്ലെങ്കിൽ ഫുഡ് കഴിച്ചു, അതിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. പണ്ടത്തെ കാലം, എൻ്റെ കുട്ടിക്കാലം അങ്ങനെ ആയിരുന്നില്ല. നമുക്കത് സാധിക്കുമായിരുന്നില്ല. കൂട്ടമായിട്ട് നമുക്ക് പോവാം, വേണമെങ്കിൽ ഒരു 3-4 പെൺകുട്ടികൾ 3-4 ആൺകുട്ടികൾ അങ്ങനെ കൂട്ടമായിട്ട് പോവാം. പക്ഷെ ഒരു ഫ്രണ്ടിന്റെ കൂടെ നമുക്ക് പോകാൻ കഴിയായിരുന്നില്ല. എഴുത്തിന് ഏതെങ്കിലും ഒരു കഥാരൂപം മനസ്സിൽ ഇപ്പം ഒരു വലിയൊരു പുസ്തകമാക്കി മാറ്റാൻ അങ്ങനെ എന്തെങ്കിലും ഒരു തയ്യാറെടുപ്പുണ്ടോ? മനസ്സിലുണ്ടോ? ഞാൻ 3 നോവലുകൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ 1 എഴുതി തീർന്നിട്ടുണ്ട്. ഇനി 2 കൂടി ഉണ്ട്. പിന്നെ ഓർമ്മക്കുറിപ്പുകൾ ഞാൻ ചെറിയ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് അവിടെ ഇവിടെ ഇങ്ങനെ സ്കാറ്റേർഡായി കിടക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. അതെല്ലാം എടുത്ത് കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് എൻ്റെ ഓർമ്മക്കുറിപ്പ് എന്നുള്ള രീതിയിൽ തന്നെ ഒരു പുസ്തകം ഇറക്കാൻ ഉദ്ദേശിക്കുന്നു. പിന്നെ ചെറുകഥകളുടെ ഒരു ചെറുകഥാ സമാഹാരം എന്ന രീതിയിൽ അങ്ങനെ 5 പുസ്തകങ്ങൾ എന്ന മോഹമായിട്ടിരിക്കുന്നു. 1 തീർന്നു, ഇനി ബാക്കി 4 എണ്ണം.